എന്നെ കുളത്തിലിട്ട് കൊല്ലുമ്പോ എന്നെങ്കിൽ എന്നെ കായലിൽ കൊണ്ടുപോകും. നടക്കായലിൽ കടന്നോണ്ട് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പുറം വെള്ളം ഇപ്പുറം വെള്ളം. ഇതില്ലേ ഈ മറ്റേ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കണ്ടൽക്കാടൊന്നും നശിപ്പിക്കാതെ. ഓക്കെ, നമ്മള് വെയിലായതുകൊണ്ടാട്ടോ ഇങ്ങനെ പിടിക്കുന്നത്. നമ്മൾ ഇന്നുള്ളത് ഇവിടെ മൺട്രോത്തുരുത്ത് ഒരു റിസോർട്ട് ഉണ്ട്, ബെൽ ഫാംസ് എന്നാണ് പേര്. പക്ഷെ അത് റിസോർട്ട് എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടി ആ പേര് കുറച്ചും കൂടി എന്താ പറയാ, ലിറ്ററലി അവരത് മീൻ ചെയ്തിട്ട പോലെയാണ്. ശരിക്കും ഒരു ഫാം പോലെയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും കയറി നേരിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അവരുടെ എൻട്രൻസ്. നമ്മൾ റോട്ടിൽ നിന്ന് ഇറങ്ങി ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് വേണം വരാൻ. സേഫാണ്, അടിപൊളി സ്ഥലമാണ്. അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വന്നിട്ടുള്ളത് ബെൽ ഫാം. ഇവിടെ മൺട്രോത്തുരുത്ത് ഞാൻ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ് ഈ പേര്. അത്യാവശ്യം നല്ലപോലെ ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ട്. ഇവിടെ മാത്രമല്ല, ഓൾറെഡി കുറേ യൂട്യൂബ് ചാനലിൽ ഇവിടെ വന്ന് ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മളെ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, റോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ വഴി കൂടെ കയറി റെയിൽവേ ട്രാക്ക് എത്തും. റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് ഇവരുടെ എൻട്രൻസ് ആണ്. ഇതിന്റെ അകത്ത് കയറി കഴിയുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞങ്ങൾ എന്തായാലും ഇപ്പൊ റൈറ്റ് എടുത്ത് വന്നു. അതാണ് വന്ന വഴി. ആൻഡ് റെയിൽവേ ട്രാക്ക്. ഈ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. പറയാൻ മറന്നുപോയി, ഈ വഴി ട്രെയിനിൽ പോകുന്നവർക്ക് എന്തായാലും ഇത് കാണാൻ പറ്റുവേ, അപ്പൊ മനസ്സിലാവും. അത് റെസ്റ്റോറന്റ്, പക്ഷെ പൂട്ടിയിട്ടേക്കും തോന്നുന്നു, അറിയത്തില്ല, ഇപ്പൊ തുറന്നിരിക്കുന്നില്ല. നമുക്ക് ഇത് എങ്ങോട്ടാണെന്നും അറിയാൻ പാടില്ല. ഒരു വഴി കയറി അങ്ങ് പോകുന്നു. കുറേ പാലവാ, എല്ലാം പാലം കയറി ഇറങ്ങി. കണ്ടോ, നല്ല രസം, ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഇരിക്കുക മാത്രമല്ല, എനിക്കൊന്ന് വേണം മീനും പിടിക്കാം. ഇവിടെ ആക്ടിവിറ്റീസിൽ ഫിഷിംഗ് ഉണ്ടാവും അല്ലെ? ഫിഷിംഗ് ഉണ്ടായിരിക്കണം. ഫിഷിംഗ് ഉണ്ട്, പിന്നെ മറ്റേ വെള്ളത്തിൽ കൂടെ സൈക്കിൾ ചവിട്ടി പോകുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും കറങ്ങി കാണാം. ബാ, അടച്ചിട്ടേക്കും, എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതില്ലേ ഈ മറ്റേ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കണ്ടൽക്കാടൊന്നും നശിപ്പിക്കാതെ അതിന്റെ ഒക്കെ ഇടയിൽ കൂടെ പണിത് വെച്ചേക്കുക. അടിപൊളി, ഇത്രയും നേച്ചറായിട്ട്. അങ്ങനെ കണ്ട വഴി കൂടെ പോകുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, എന്ത് മീനാ അത് കണ്ട്, പക്ഷെ അതെന്ത് മീനാ? ഇവിടത്തെ തോട്ടിലും എല്ലാം നിറയെ കരിമീനാണ്. കരിമീനോട് കരിമീൻ. പക്ഷെ ആ മീനെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ, അങ്ങനെ ഒരു സാധനത്തിനെ. ഇപ്പൊ താഴെ പോയി. കമോൺ, ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വരുമ്പം ഊഞ്ഞാല്, പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം, കിഡ്സ് പാർക്ക്. പിള്ളേർക്ക് മാത്രമല്ല, നമുക്കും കളിക്കാൻ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഊഞ്ഞാലിരിക്കട്ടെ. ഊഞ്ഞാലിന് ലേശം ഹൈറ്റ് കൂടുതലല്ലേ, ഇരിക്കാൻ പറ്റുക. ഊഞ്ഞാല്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ശിക്കാര ബോട്ടിങ്, കാനോയിങ്, പെഡൽ ബോട്ടിങ്, കുട്ടവഞ്ചി, കയാക്കിങ്, സ്വിമ്മിങ്. നല്ല രസത എത്തിയില്ല. അത് നോക്കിയേ, കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടെ ഒരു ട്രീ ഹൗസ് പോലെയൊക്കെ സെറ്റ് ചെയ്ത്. ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടേക്കോ അവിടെ. ബാ, സ്വിമ്മിങ് പൂള്. കമോൺ, ഇതാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ. അപ്പുറത്തും വെള്ളം, എല്ലായിടത്തും വെള്ളം, ചുറ്റിനും വെള്ളം. എനിക്ക് തോന്നുന്നു ഇത് റൂംസ് ആണെന്ന് തോന്നുന്നു. അപ്പം ആൾക്കാരൊക്കെ വന്ന് റൂമൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര നേച്ചറായിട്ട്, എന്നുവെച്ചാൽ ഒരു സാധനം നശിപ്പിക്കാതെ
ആ കണ്ടൽക്കാടിന്റെ അതോടെ കണ്ട കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടിയാണ് കയറി ഇറങ്ങാനുള്ള പാലമൊക്കെ പണിത്. ഒരു സാധനം നശിപ്പിക്കാതെ അതിന്റെ ഇടയിൽ കൂടി ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറെ പണിത് വെച്ച് അങ്ങനെ അടിപൊളിയായിട്ടൊരു സ്ഥലം. ഇത് ഭയങ്കര കുഴിയിലാണ്, കുഴിക്കകത്തായിപ്പോയി, അതുകൊണ്ട് കിടക്കുന്നില്ല. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇനി നമുക്ക് ഈ പാലം കയറി ഇറങ്ങി അപ്പുറം എന്താ നോക്കാം. പാലം പറഞ്ഞപ്പോ ഞാൻ താഴെ, അല്ല ഞാനില്ല. ഇവിടെ മൊത്തം മരക്കഷ, ഇല്ലി ബാംബു. അതിന്റെ അടുത്തേക്ക് പോവാൻ എനിക്ക് പേടിയാണ്. അമ്മേ ഇതൊക്കെ പൊട്ടി പോവാ. ഇതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വെള്ളത്തിൽ കിടക്കാം. വെള്ളം പേടിയില്ലാത്ത കുഴപ്പമില്ല കേട്ടോ, മുങ്ങിപ്പോത്തൊന്നും ഇല്ലായിരിക്കും. ആഴം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അതേ മറ്റേ ഫ്ലോട്ടിങ് ഉണ്ടോ, ഫ്ലോട്ടിങ് അതായത് ഒരു സ്പേസ് പോയി ഇരിക്കാം, അത് ഫ്ലോട്ടിങ് ആണ്, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് ഇവിടെ തന്നെയാ. അതെ, ആ വന്ദേ ഭാരതിന്റെ ഡെമോയില്. ഇനി ഇവിടെ എന്താ നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് പോകേണ്ടവർ ഇത് ചാടിക്കടന്ന് പോവുക. ഈ കാണുന്ന സാധനം ഇവിടുന്ന് കെട്ടഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുമല്ലോ. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ നടുക്കിരുന്ന് ഫുഡ് കഴിക്കാം, ചായ കുടിക്കാം, എന്താന്ന് വെച്ചാൽ അത് ആ ഒരു സെറ്റപ്പ്. മൊത്തത്തിൽ ഭയങ്കര അടിപൊളി പരിപാടിയാട്ടോ, ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ കാണുന്ന പോലെ വെച്ചാൽ ഇതിപ്പോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര അടിപൊളിയാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും ഉള്ളതാണ്. ആണട്ടോ, അതന്നെ. നമ്മള് കേറി വന്നിട്ട് റൈറ്റ് എടുത്താ പോയെ. ഇനി നമുക്ക് കേറി വരുന്നിടത്തുനിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി നോക്കാം, അവിടെ എന്താ നോക്കാം. ലവേഴ്സ് കോർണർ കണ്ടോ, ലവേഴ്സ് കോർണർ എവിടെ കിട്ടും, ഏത് റിസോർട്ട് കിട്ടും ഇതുപോലെ കോർണറൊക്കെ സെറ്റ് ചെയ്ത്. കണ്ടോ ലവേഴ്സ് കോർണർ, ഭയങ്കര പ്രൈവസി ഉണ്ട്, നല്ല നേച്ചറായിട്ട് ഒഴുകി ആണ് ഇവിടുത്തെ ലവേഴ്സ് കോർണർ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കപ്പിൾസ് ആർക്കെങ്കിലും വരണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യൽ കോർണർ വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് റിസോർട്ടുകാർ ചെയ്തു തരും ഇതൊക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റികളിൽ ഒന്ന്, മറ്റേ വെള്ളത്തിൽ കൂടെ ചവിട്ടുന്ന സൈക്കിൾ, അതാണത്. ഇപ്പുറത്തേക്ക് വരുമ്പം വീണ്ടും ഊഞ്ഞാലോട് ഊഞ്ഞാൽ, ഇഷ്ടംപോലെ ഊഞ്ഞാലുകളുണ്ട് ഇവിടെ. ഇരുന്നും കിടന്നും ഒക്കെ ഊഞ്ഞാലാണ്. നല്ല സപ്പോർട്ടയൊക്കെ പൂത്ത് നിൽക്കുന്നു, കൊറേ മരങ്ങളും കൊറേ മരങ്ങളും ചെടികളും അടിപൊളിയായിട്ടുണ്ട്. വെള്ളവും നല്ല രസമുണ്ട് കേട്ടോ. പേര് അടിപൊളി, പാം, അത് പറ്റിയ പേരാ. ഇത് കൂടെ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാൻ തന്നെ അടിപൊളിയാണ്. ഇവിടെ പിന്നെ അക്കോമഡേഷൻ എടുക്കുന്നവർക്ക് മാത്രം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ അല്ലാണ്ട് നമുക്ക് ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ പാക്കേജസും ഉണ്ട്. ഒരു റൂം അഷ്ടമുടി, കല്ലട. ഇവിടെ റൂംസിന്റെ ഒക്കെ പേര് കണ്ടു, അഷ്ടമുടി, കല്ലട, പച്ചമുളക്. നമ്മൾ ഈ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ വളർത്തില്ലേ, അതുപോലെ മറ്റേ ബജ്ജി ഉണ്ടാക്കുന്ന മുളക് അത് വരെ ഉണ്ട് അവിടെ. ഇതിന്ന് പറിച്ചിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് വെറുതെ എന്നുവെച്ചാൽ ഇത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ. ഇങ്ങനത്തെ ചീര, ബജ്ജിമുളക് പിന്നെയും കിടക്കുന്നു.
ഇഷ്ടംപോലെ പഞ്ഞിമുളകുണ്ട്, വഴുതനങ്ങ. ശരിക്കും ഒരു ഫാം, ഒരു റിസോർട്ട് എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു ഫാം എന്ന് പറയാനാ കുറച്ചും കൂടി അടിപൊളി. ബാ നമുക്ക് ഇങ്ങോട്ട് പോവാം. ആഹാ അടിപൊളി. റൂമിന്റെ പേര് കണ്ടു, പെരിയാറ് മീനച്ചിൽ. മീനച്ചിൽ ആറല്ലേ? ആക്ടിവിറ്റീസ് കണ്ടോ? മറ്റേ റോപ്പ് സൈക്കിളും പിന്നെ മറ്റേ മോളിൽ കൂടെ നടക്കുന്ന അതും. എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന് ഇപ്പൊ ഒരു ഡേ സ്റ്റേ എടുക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ റൂമിലിരിക്കാൻ സമയം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. രാത്രി കിടക്കാൻ വേണ്ടി മാത്രം റൂമിൽ പോവുക. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവിടെ ഇപ്പൊ നമ്മൾ വെറുതെ കണ്ടുപോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തീരുന്നത്. അതല്ല, ഓരോ ആക്ടിവിറ്റിയും ട്രൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യുക. റൂമിൽ പോകേണ്ട ആവശ്യമേ വരത്തില്ല. മീനൊക്കെ എന്നെ കുളത്തിലിട്ട് കൊല്ലുമ്പോ ഒന്നെങ്കിൽ എന്നെ കായലിൽ കൊണ്ടുപോകും, നടക്കായലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ദേ ഇവിടെ കൊണ്ടുവരും. മതി, ഞാൻ ഇത്രേ വരത്തുള്ളൂ. അപ്പുറത്തേക്ക് ഞാൻ വരുന്നില്ലേ. ഇത് ഇവ എന്നെ വെള്ളത്തിലിട്ട് കൊല്ലും. എന്റെ ദൈവമേ, എനിക്ക് ടക്കേഷ്യസ് കാസ്റ്റിലൊക്കെ ഓർമ്മ വരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ ആ സാധനം? കാറ്റ് പണ്ടാരം, കായലിൽ ചെന്നാലും കാറ്റ്, ഇവിടെ വന്നാലും കാറ്റ്. ഓ ഞാൻ അങ്ങോട്ട് വരട്ടെ. മറ്റേ സീരിയസ്ലി മറ്റേ ടക്കേഷ്യസ് കാസ്റ്റിൽ പണ്ട് പോകോയിൽ വരുന്ന പ്രോഗ്രാം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കേറിയപ്പം. എന്താ സൗണ്ട് ഒക്കെ? ഓ മൈ ഗോഡ്, ഞാൻ അക്കരെ നിക്കരെ എത്തി. ഹുയ്, എത്തി. ഇഷ്ടംപോലെ ലൈറ്റ് ആക്കായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഫിഷിങ് ചെയ്യണമെങ്കിൽ ഇതിന്റെ മണ്ടേ കയറി ഫിഷിങ് ചെയ്യാം. ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാം, താഴെ പോവാതെ ഇരുന്നാൽ മതിയായിരുന്നു. അടുത്ത കവാടം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. എങ്ങോട്ടാ? ഇത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഇതിനൊരു അവസാനം ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, കഴിഞ്ഞ് ഇതും കൂടി ഉള്ളു തോന്നുന്നു. അപ്പുറത്തേക്ക് മണ്ണ ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞായിരിക്കും, ഇവരുടെ പ്രോപ്പർട്ടി കഴിഞ്ഞാണോ അപ്പം. അപ്പറേയും ഇപ്പറേയും വെള്ളം. ഇത് നമ്മളെ ഫസ്റ്റ് തുടക്കത്തിൽ ഇവരുടെ ആക്ടിവിറ്റീസും പാക്കേജസും ഒക്കെ കൊടുത്ത ബോർഡിലുണ്ടായിരുന്നു ഷിക്കാര എന്നല്ലേ പറയാ. അത് ഇവരുടെ ആ ട്രിപ്പ് പോണ ഷിക്കാര വെള്ളം അതാണ് അത്. ഇടവഴി കളിച്ചാ. ഓ വാവ്, എന്തോ പൊട്ടിച്ച ഞാൻ. രണ്ടെണ്ണം ഉണ്ട്. ഹലോ, ഇങ്ങനെ നടന്നുകൊണ്ട് സംസാരിക്കാൻ എന്താ അറിയോ, അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല, ഇങ്ങോട്ട് നിന്നാലേ കിട്ടത്തുള്ളൂ. നടന്നോണ്ട് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പുറം വെള്ളം ഇപ്പുറം വെള്ളം. ഞാൻ ക്യാമറ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയാലെന്നുള്ള പേടി. ഓക്കെ, കണ്ട നല്ല നല്ല രസമില്ലേ? അപ്പം അതാ എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല. സീരിയസ്ലി ഇവിടെ അതായത് മൺട്രോത്തുരുത്ത് അല്ലെങ്കിൽ കൊല്ലം ഈ സൈഡ് വരുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെക്കേഷൻ, ഒരു സ്റ്റേക്കേഷൻ പറ്റിയ സ്ഥലം, ഒരു സ്റ്റേക്കേഷൻ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇതിലും നല്ല സ്ഥലം ഇവിടെ ഉണ്ടോ എന്ന് സംശയമാണ് സീരിയസ്ലി. നിന്നോട് ഞാൻ പുറകെ കയറി വരുന്നത് പറഞ്ഞല്ലേ.
കരയിലെത്തി. ദേ ഇതാണ് കേട്ടോ ഇവിടുത്തെ റിസപ്ഷൻ. ഇതാണ് കേട്ടോ ഇവിടുത്തെ എൻട്രൻസ്. നമ്മളപ്പം ഇവിടെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ.